നമസ്കാരം. ക്രൈസ്റ്റ് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂള് ആരംഭിച്ചിട്ട് 3 വർഷം തികയാണ്. 2023 ജൂൺ 28 ഒരു കുഞ്ഞും 2 സ്റ്റാഫുമായിട്ട് തുടങ്ങിയ എൻ്റെ ഈ ഒരു ചെറിയ പ്രസ്ഥാനം ഇന്ന് 60ഓളം കുട്ടികളും 7 സ്റ്റാഫുകളുമായിട്ട് ഒരു യാത്ര തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. കാരണം അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നത്. കയ്യിലൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, തുടങ്ങുന്ന സമയത്തും ഒന്നുമില്ല, ആത്മവിശ്വാസം മാത്രം. പിന്നെ ഉള്ളത് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സും നല്ല ക്ഷമയും. ഒത്തിരി കഷ്ടപ്പെട്ടു. ആദ്യമൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. ഡേ കെയർ എന്ന് പറയുന്നത് എല്ലാം ഒരു വിശ്വാസമാണ്. പാരൻസ് അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വാസപൂർവ്വം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊടുക്കും. അപ്പം മാത്രമേ നമ്മളെ ഒരു വിശ്വാസം വരുള്ളൂ. അത് തുടക്കത്തിൽ കിട്ടില്ല. അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വന്ന് പുതിയതായിട്ടൊരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരാൾക്കും അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് വിശ്വാസമായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തോളം എടുത്തു. അതിൻ്റെ ഇടയിൽ കുട്ടികൾ വരും, പോകും, എന്നാൽ നിലനിൽക്കും. ഇതെല്ലാം ഉണ്ട്. സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത്. അത് ഓരോ പാരൻസിനും വിശ്വാസമായതിനു ശേഷം മാത്രമാണ് മറ്റുള്ളവരോട് പറഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് അടിത്തറ തുടങ്ങുന്നത് ഇവിടെയാണ്. ആർക്ക് വേണമെങ്കിലും ടീച്ചേഴ്സ് ആവാം, കുട്ടികളെ പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ ബുദ്ധിമുട്ടുള്ള കാര്യത്തിനെ ഇത്രയും ഈസി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു പാഷൻ ഉണ്ടാവണം. നമുക്ക് അവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും കഴിയണം. ഒത്തിരി കുറുമ്പും ഒത്തിരി കുസൃതികളും ഉണ്ടാക്കുന്ന കുട്ടികളാണ്. നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക ശരിക്കും അളക്കും. എൻ്റെ മക്കളെയെല്ലാം പൊന്നുപോലെ ചേർത്ത് പിടിച്ച് ഒരാപത്തും വരുത്തരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഈ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞും ബുദ്ധിമുട്ടായിട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എന്നും ഞങ്ങൾ ഈ ക്രൈസ്റ്റ് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ എന്ന എൻ്റെ ഈ ഒരു സ്ഥാപനം ഒരു കുടുംബമായിട്ട് തന്നെ, ഒരു കുടുംബാന്തരീക്ഷത്തിൽ പോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.